ISLന്റെ പുതിയ പതിപ്പിലെ ആദ്യ മത്സരത്തിൽ എന്താണോ ആരാധകർ പ്രതീക്ഷിച്ചത് അത് നിലനിർത്തി മോഹൻ ബഗാനെതിരെ 2 ഗോൾ തോൽവി വഴങ്ങി സീസൺ തുടങ്ങിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. ഏറെ സമാധാനപ്പെടുത്തുന്നത് 2 ഗോൾ മാത്രമല്ലേ വഴങ്ങിയുള്ളൂ എന്നതാണ്. കളി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തുടക്കം മുതലേ നമ്മൾ വിചാരിച്ച കഴിഞ്ഞ സീസണിലെ പോലെ അത്ര ക്വാളിറ്റി ടെലികാസ്റ്റ് അല്ലായിരുന്നത് നിരാശയായിരുന്നു. എന്നാലും ഒരു ഡീസന്റ് ക്വാളിറ്റി തന്നെയാണെന്ന് പറയാം. 4 വിദേശ താരങ്ങളെയും ആദ്യ 11-ൽ ഉൾപ്പെടുത്തുമെന്ന് വിചാരിച്ചെങ്കിൽ ഡിഫൻസിൽ ഒമറിനെയും സ്ട്രൈക്കറിൽ വിക്ടറിനെയും മാത്രമാണ് ആദ്യ 11-ൽ ഇറക്കിയുള്ളൂ. യുവതാരമായ എബിൻ ദാസ് സർപ്രൈസായി ആദ്യ 11-ൽ എത്തിയെങ്കിലും അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ താരത്തിന് കഴിഞ്ഞില്ല. എബിൻ ദാസിൻ്റേത് മാത്രമല്ല, മൊത്തത്തിൽ ഒരു ഗെയിം പ്ലാൻ ഇല്ലാത്ത കളിയായിരുന്നു. പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, നമ്മൾ ആദ്യമേ പ്രതീക്ഷിച്ച മിസ്പാസ്, അറ്റാക്കിങ്ങിൽ ആളില്ലാത്ത അവസ്ഥ, ഗെയിം പ്ലാൻ ഇല്ലാത്ത ഫുള്ളി വേസ്റ്റായ ഒരു കളി. പിന്നെയും സെക്കൻഡ് ഹാഫിൽ കെവിനിയോക്കെയും മർലോണും വന്നതിന് ശേഷമാണ് കുറച്ചധികം നീക്കങ്ങൾ കണ്ടത്. മൊത്തത്തിൽ പോസിറ്റീവായി പറയാനുള്ളത് ഇന്ന് കളിച്ച വിദേശ താരങ്ങളായ പ്രത്യേകിച്ച് ഡിഫൻഡർ ഒമർ, കെവിനിയോക്ക്, മർലോൺ, വിക്ടർ തുടങ്ങിയ താരങ്ങളെ തന്നെയാണ്. താരങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മികച്ചതായി തോന്നിയിട്ടുണ്ട്. സ്ട്രൈക്കർ വിക്ടറിനും യോക്കയ്ക്കും മികച്ചൊരു ടീം പ്ലേക്ക് പറ്റിയ താരങ്ങളെ കൂടി കിട്ടിയാൽ മികച്ച കളി അടുത്ത കളികളിലും പ്രതീക്ഷിക്കാം. കൂടെ എന്നത്തെയും പോലെ ഇന്ത്യൻ താരങ്ങളായ ബികാഷും കോറോയും മികച്ച കളി കാഴ്ചവെച്ചിട്ടുണ്ട്. സോ എന്തായാലും ഈ സീസണിൽ അധികം പ്രതീക്ഷകളൊന്നും വേണ്ട. അവസാനമായി റിലഗേഷൻ ആവാതെ അടുത്ത സീസണിൽ എത്തിക്കിട്ടിയാൽ ഭാഗ്യം തന്നെ. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.